Good morning, guys. അപ്പോൾ സമയം ഇപ്പം 5:20 കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്, ബാഗെല്ലാം ഇവിടെ സെറ്റാണ്. ഇപ്പോൾ ചായ കുടിക്കാൻ പോകുന്നു. ചായ എന്ന് പറയുന്നത് ദോശയുണ്ട്, ടൊമാറ്റോ ചട്ടിനിയുണ്ട്, ചായ ഉണ്ട് കേട്ടോ. അപ്പം നേരെ കഴിക്കാം. ആദ്യം ദോശ എടുത്ത് വയ്ക്കണം. ദോശ നല്ല അടിപൊളി ദോശ കേട്ടോ. ദോശ എടുത്ത് വയ്ക്കുക, ചമ്മന്തി ഒഴിക്കുക. തക്കാളി അരച്ചുണ്ടാക്കിയ ചമ്മന്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ സാധനം. ഗൈസ്, അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 11 to 3 നല്ല ഓർമ്മ തോന്നുന്നു. ഇന്നത്തെ ഇൻസെൻറ്റീവ് അത്രയും ഞാൻ നോക്കില്ല കേട്ടോ. അപ്പം നേരെ വീഡിയോ. ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. 11 to 3 ഫസ്റ്റ് ഓവർ എന്ന് പറയുന്നത് APM ഹോട്ടലാണ് കേട്ടോ, പാപ്പനംകോട്. അപ്പം നേരെ വച്ച് പിടിക്കാം. നല്ല വെയിലും ഉണ്ട് കേട്ടോ. ഇവിടെ 950 മീറ്റർ ഉള്ളു. അവിടെ മെയിൻ റോഡ് കയറി കഴിഞ്ഞാൽ അപ്പുറ സൈഡ് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡാണ്. പാപ്പനംകോടൊക്കെ വന്നാൽ മിക്കവാറും ഉള്ളതെല്ലാം APM ഹോട്ടലിൽ അടിക്കുള്ളൂ. ഫുഡ് റെഡിയായി. ഫുഡ് റെഡിയിൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പുറ സൈഡ് കയറണം കേട്ടോ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ഗൈസ്, ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നന്ദാവനം പാളയത്താണ് കൊടുക്കാനുള്ളത്. ഉമ്മീസ് കിച്ചന്റെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ 6.4 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാൻ. നല്ല വെയിലും ഉണ്ട്. വെള്ളം തായി പണ്ടാലും വെള്ളം കുടിച്ച് ഊപ്പാട് വരും കേട്ടോ. തണ്ണിമത്തം കിട്ടിയിരുന്ന അടിപൊളിയായി കഴിക്കാൻ. ഗൈസ്, അപ്പോൾ ഒരുവിധം പാളയത്തെത്തി കേട്ടോ. പാളയത്തെത്തി. അപ്പോൾ കറക്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് റൈറ്റ് ആണ് കയറാനുള്ളത്. റൈറ്റ് ഇങ്ങോട്ട് പോകണം കേട്ടോ. നന്ദാവന റൂട്ടാണ് തോന്നുന്നത് കേട്ടോ. നമ്മൾ മ്യൂസിയത്തിന് അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, വണ്ടിയൊന്നുമില്ല, കയറി പോവാം. ഗൈസ്, ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശരി, ഗൈസ്, അപ്പോൾ അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട്. സംസം പാളയമാണ് കേട്ടോ. ഇവിടെ നിന്ന് 1.4 കിലോമീറ്റർ ഉണ്ട്. രണ്ടാമത്തെ ഓവറാണ്. 11 to 3 രണ്ടാമത്തെ ഓവറാണ്. ഐറ്റം എടുത്തിട്ടുണ്ട്. സിംഗിൾ ചിക്കൻ ബിരിയാണിയാണ് ഐറ്റം എടുത്തത്. സംസം പാളയത്ത് നിന്നാണ് കേട്ടോ. ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അൾത്തറ നഗർ ശാസ്തമംഗലമാണ് കേട്ടോ. കറക്റ്റ് ഇവിടുന്ന് 1.1 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമുക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ള കേട്ടോ. ആംബുലൻസ് ഇങ്ങോട്ട് ഇനി എന്തോ അറിഞ്ഞൂടാ. ഒരു പ്രാവശ്യം നോക്കിയേട്ടാ. ആൾത്തറ നഗറല്ലേ, അപ്പൊ ഇതിലേ പോകും. താഴെ കൂടെ പോയാൽ ദൂരം കൂടുതലാണ്. അപ്പൊ നമ്മളെ സിഗ്നലിൽ മീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 1.5 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അയ്യോ, സിഗ്നൽ മാറി. ചെറുതായിട്ട് വിശപ്പടിക്കണം കേട്ടോ. സമയം എന്ന് പറയുന്നത് 12 മണിയായി കേട്ടോ. 11:48. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു 500 മീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. നേരെ കയറി പോവാം. മിക്കവാറും ഫ്ലാറ്റിലായിരിക്കും എന്നാണ് തോന്നുന്നത്. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശരി, ഇതിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 28 രൂപ കണ്ടേന് കേട്ടോ. ഗൈസ്, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ലാസ ഐസ്ക്രീമാണ് കേട്ടോ. വെള്ളയമ്പലമാണെന്ന് തോന്നുന്നു.
അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ എന്ന് വെച്ചാൽ 1.2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 12:13 കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഐസ്ക്രീം വഴുതക്കാടാണ് കൊടുത്തേക്കണേ, എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 1.2 കിലോമീറ്റർ നേരെ വെച്ച് പിടിക്കുക. അപ്പോൾ വിശപ്പ് നല്ലപോലെ വിശപ്പ് അടിച്ചു തുടങ്ങി. 12:15 ആയുള്ളൂ, പക്ഷേ നല്ല വിശപ്പ് അടിക്കണം കേട്ടോ. ഓ ഒരു പൂച്ച, വിശപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഐസ്ക്രീമാണ് കേട്ടോ. അവിടെ വച്ചിട്ട് ചെന്ന് സാധനം എടുക്കാം. റെഡിയായി വിശപ്പ് ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ സ്കോച്ച് വാനില ഐസ്ക്രീം, പിന്നെ ഇത് അതിൻ്റെ കോംബോയാണ് കേട്ടോ. ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും വാനില ഐസ്ക്രീമും കൂടെ കോംബോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐസ്ക്രീമാണ്. അങ്ങ് എത്തുന്നത് അലിഞ്ഞു പോയിരുന്ന മതിയായിരുന്നു കേട്ടോ. അലിഞ്ഞു പോയാൽ പണി കിട്ടും കേട്ടോ. ലാസ്റ്റ് ഐസ്ക്രീം മിൽക്കി മിസ്റ്റ് ഇതിൻ്റെയൊക്കെ ഏജൻസിയാണ് കേട്ടോ. സിബി ഏജൻസി എന്നാണ് പറയുന്നത്. കഴിച്ചപ്പോൾ നെട്ടായാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് 7.6 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. നല്ല വിശപ്പ് പോയിട്ട് നമ്മൾ പോവേണ്. അങ്ങോട്ട് വല്ല മാച്ച് തിന്നാം കേട്ടോ. ഓർഡർ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഓക്കേ. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ കഴിക്കാൻ. ഇപ്പം എന്തൊരു വാങ്ങിക്കാം. തണുത്തതായിരിക്കും. സുഖിയനൊക്കെ മോദകം അല്ല 2 മോദകം പൊങ്ങി. പൈസ 93.04 പൈസ കിട്ടിയത് കേട്ടോ. അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മളെ വലിയട റെസ്റ്റോറൻ്റ് ആണ്, പേരുകൂട. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 2.7 കിലോമീറ്റർ ഉണ്ട്. നേരെ വച്ച് പിടിക്കാം. നല്ല വിശപ്പ് അടിക്കണം കേട്ടോ. അത് കഴിച്ചിട്ട് പോയാലോ. വലിയട ഫുഡ് റെഡി ആവില്ല. ഫുഡ് റെഡി ആയിട്ടുണ്ട്. 0576 0576 ഒരു മിനിറ്റ് താ. Zero 0576 0576. ഓ അവിടെ ചാർജ് ചെയ്യട്ടെ. വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബീഫ് ബിരിയാണിയാണ്. വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പൊ കൊടുക്കാനുള്ള നെട്ടായി വേണം കേട്ടോ. കോസ്മോൾ IT ഷോപ്പ് എന്നാണ് കൊടുത്തേക്കുന്നത്. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ ഷിറ്റ്, സിഗ്നൽ വേണം കേട്ടോ. ഓക്കെ, ഇവിടെ വെയിറ്റ് ചെയ്യാം. സവാള വാങ്ങിക്കാൻ 4 കിലോ 100, ഉരുളക്കിഴങ്ങ് 3 കിലോ 100 കേട്ടോ. തണ്ണിമത്തം 5 കിലോ 100. 5 കിലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം തന്നെ 5 കിലോ കൂടുതൽ വരും. ഓക്കെ, അപ്പൊ സെറ്റാണ്. കയറി പോയാൽ മതി. അപ്പൊ ഇനി ഇവിടുന്ന് 3.2 കിലോമീറ്റർ ഉണ്ട്. നെട്ടായി പോകണം കേട്ടോ. അവിടെ വടയിൽ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കയറിപ്പോ.
ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 48 രൂപ 75 പൈസ കിട്ടി കേട്ടോ. അപ്പോൾ അടുത്ത ഓവർ അടിച്ചിട്ടില്ല. അടുത്ത ഓവർ ഗൈസ് അപ്പോൾ നല്ല അടിപൊളി മോതമാണ് തോന്നുന്നു കേട്ടോ. 24 രൂപ 2 വാങ്ങിച്ച്. സംഭവം തണുത്തുപോയി, രാവിലെ ഉണ്ടാക്കിയാണ്. കൊണ്ടുവന്നേ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു. എന്തായാലും റിസ്ക് എടുക്കണ്ട, കുറച്ച് മാറ്റി വരുന്നത് നല്ലത്. ഏസപ്പോൾ ട്രാൻസ്ഫോമർ പൊട്ടി കേട്ടോ, തപ്പിനോട് സൗണ്ട് കേട്ടോ. അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേ പുകയും തീയൊക്കെ പോകണം അതിൻ്റെ അകത്ത്. ഇപ്പോൾ കുറവുണ്ട് കേട്ടോ. ഏസം നമ്മൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുന്നത് കൃഷ്ണഗിരി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, വഞ്ചൂര്. അപ്പോൾ ഇവിടുന്ന് 1.2 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ക്രോസ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. നമ്മളെ ലാസ്റ്റ് ഓവറാണ് കേട്ടോ. സമയം എന്ന് പറയണത് ഒന്ന് വേറെയാണ്. അത് ഇപ്പോൾ 2:45 കേട്ടോ, 2:42. നമുക്ക് പെട്ടെന്ന് കയറി പോവാം. ഇവിടെ സിഗ്നൽ ഇല്ല കേട്ടോ, എന്താണെന്ന് തോന്നുന്നു സിഗ്നൽ ഇല്ല. ഈ ഭാഗത്ത് തിരക്കുമില്ല. അവധി വല്ലതും ഉണ്ടാകുന്നു അറിഞ്ഞു കേട്ടോ. പോണാ പോയി ധൈര്യം പോയി എന്നാ പോ ഇടിക്കില്ല എന്നാ ഇങ്ങനെ കാണിക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ 1.2 കിലോമീറ്ററാണ്. നേരെ വെച്ച് പിടിക്കാം. ഇനി ഒന്നും നോക്കൂല, നേരെ വെച്ച് പിടിച്ച് ഓവർ റൗണ്ട് കൊടുക്കുക, ഫുഡ് കഴിക്കുക കേട്ടോ. ഓ ഷിറ്റ്, ഈ വണ്ടി ഇങ്ങോട്ടല്ല, അപ്പം നമ്മൾ ഇങ്ങോട്ടാണ്, നമ്മൾ നേരെ പോകണം. ഗൈസ് ഫുഡ് അപ്പോൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. കൃഷ്ണഗിരിയാണ് കേട്ടോ, കൃഷ്ണഗിരി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഫുഡ് റെഡി ആയാൽ അറിഞ്ഞൂടാ, നോക്കട്ടെ. ഗൈസ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. 17.70 17.73 അല്ലേ. 17.73. നമ്മളെ ലാസ്റ്റ് ഓവറാണ് കേട്ടോ അത്. അപ്പോൾ ഐറ്റം എന്ന് പറയണത് നോക്കില്ല. അപ്പോൾ ഐറ്റം എന്ന് പറയണത് ഫിഷ് പൊതിച്ചോറാണ്, ഒരെണ്ണം കേട്ടോ. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ചോറ് കഴിക്കുക. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ശ്രീ ബാലാജി സ്റ്റോറ് വലിയ ശാലയിൽ നിന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ ഓക്കെ, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ 2.2 കിലോമീറ്റർ ഉണ്ട്. അപ്പം നേരെ വെച്ച് പിടിക്കാം. നമ്മളെ ലാസ്റ്റ് ഓവറാണ്. ഇനി ഇതുകൊണ്ട് കൊടുത്തിട്ട് വേണം ഇനി വീട്ടിൽ ചെന്ന് വല്ല കഴിയാൻ കേട്ടോ. വിശന്ന് ഊപ്പാട് ഓക്കെ. ഇവിടുന്ന് ലെഫ്റ്റ് അകത്തോട്ടാണ്, വലിയ ശാല റൂട്ടാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കൊടുക്കാനുള്ളത് ശ്രീ ബാലാജി സ്റ്റോഴ്സ് എന്നാണ് കൊടുത്തത്. ബാലാജി സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ ഇതെവിടെയാണ് പൈസ കൊടുത്തിട്ടുണ്ട്. ഊണാണ് ഗൈസ്. അപ്പം ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയത് 747 രൂപ 87 പൈസയാണ് ടോട്ടൽ കിട്ടിയത്. 14 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 7 to 3 മണി, കറക്റ്റ് 3 മണിയായപ്പോൾ നമ്മൾ ആ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഓവർ അടിച്ചു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഓവർ അടിച്ചതെന്ന് പറയുന്നത് വലിയ ശാലയിൽ കൊടുക്കാനാണ് ലാസ്റ്റ് ഓവർ അടിച്ചത്. 847 121 രൂപ ഇൻസെൻറ്റീവാണ് കേട്ടോ. 11 to 3 6 ഓവർ കംപ്ലീറ്റ് ചെയ്താൽ 121 രൂപ ഇൻസെൻറ്റീവ് ഉണ്ടാകും. അതും കൂടെ ചേർത്താണ് ഈ എമൗണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വെച്ചാൽ ബൈ.